ഇപ്പൊ മാർച്ച് ബാച്ച് ഇപ്പൊ വൈൻഡപ്പ് ആയി, എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇതിന് മുമ്പ് കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞ് ഇതിനെ കുറിച്ച് ഈ എക്സാംസിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതിയ എക്സാമിനെ കുറിച്ച് ഒരു അനാലിസിസോ ഇതിനൊക്കെ പഠിച്ച പോയാൽ കിട്ടുമായിരുന്നു എന്നുള്ളൊരു ബോധമില്ലാണ്ട് പോയി എഴുതി തിരിച്ചു വന്നു. അനലൈസ് ഇപ്പൊ ഓരോ എക്സാം കഴിയുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ എന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഒരു വേറെ തന്നെ ഒരു ക്രിട്ടിക്കലായിട്ട് എക്സാംസിനെ നോക്കി കാണാൻ സാധിച്ചിട്ടുണ്ട്. ക്ലാസ്സസ് ആരും നമുക്ക് എടുത്തു തരും, പക്ഷെ അതിനുശേഷം അതിന്റെ കൂടെ തന്നെ പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്യിപ്പിക്കാം. അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം വേറെ തന്നെ ഒരു ടാസ്ക് ആണ്. മാത്രമല്ല കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് അത് രണ്ടും എങ്ങനെ കൊണ്ടുപോകാം. കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഈസി ടു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടി. അപ്പോൾ സർക്കിൾസ് അതിനുവേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ. പിന്നെ നമ്മുടെ മെന്ററും അതേപോലെ നമുക്ക് ഏത് സമയമാണെങ്കിലും നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ പോയി കാണാം, ഡൗട്ട് ചോദിക്കാം. ഹി സെറ്റ് ആർ ബെക്ക് ആൻഡ് കോൾ ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ തന്നെ ഫൺ ബിസിനസ്സും ഗെയിംസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഇറ്റ്സ് എ ഫൺ എക്സ്പീരിയൻസ്. See you as a future government officer.